إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൽ നിന്നുള്ള വലിയൊരു പരീക്ഷണമായി ദുരിതം പെയ്തിറങ്ങിയ വയനാട്ടിൽ ആ സമൂഹത്തെ സാധാരണ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ കയ്യും മെയ്യും മറന്ന് ആയിരക്കണക്കിന് സുമനസ്സുകൾ ദുരന്തഭൂമിയിൽ രാവും പകലും വ്യത്യാസമില്ലാതെ സമർപ്പിത ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പരീക്ഷണത്തിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന ആളുകൾക്ക് അനുഭവമായി നൽകുന്ന ആശ്വാസം ചെറുതല്ല എന്ന് പലപ്പോഴായി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളായാലും അനുഭവങ്ങളായാലും ആ മണ്ണിൽ നിന്ന് ആ പരീക്ഷണത്തിൽ രക്ഷപ്പെട്ട അതിജീവിച്ച ആളുകളുടെ സംസാരങ്ങൾ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ വീട് നഷ്ടപ്പെട്ടു, ഉള്ളതെല്ലാം തകർന്നു തരിപ്പണമായി, ഞങ്ങളിനി എന്ത് ചെയ്യും എന്ന് വിധവകളും അനാഥരും വൃദ്ധരും പരിതപിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളാരും ഒറ്റക്കല്ല, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നത് വരെ കൂടെയുണ്ടാകും എന്ന് പ്രഖ്യാപനം നടത്തുന്നതിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മുടെ നാട്. അതിനാണ് സാക്ഷിയായി കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതേപോലെ വാർത്തകളിൽ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില പരാമർശങ്ങൾ, ചില പ്രഖ്യാപനങ്ങളുണ്ട്. അവിടെയുള്ള വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, നേരിട്ടും അല്ലാതെയും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാചകം: അവിടുത്തെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ദത്തെടുക്കാം, അവിടുത്തെ വിധവയെ ഞാൻ വിവാഹം ചെയ്യാം, വൃദ്ധരായ ആളുകളെ ഞാൻ എൻ്റെ രക്ഷിതാക്കളുടെ സ്ഥാനത്തിരുന്ന് അവരെ പരിപാലിക്കാം, ആ അനാഥ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് നൽകൂ, ഞങ്ങൾ പൊന്നുപോലെ വളർത്താം എന്ന് വിവിധങ്ങളായ കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്
ആ രീതിയിൽ അവർ സന്നദ്ധരാണ് എന്ന് അറിയിക്കുന്ന പ്രഖ്യാപനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വേള നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ നിയമപ്രകാരമുള്ള ദത്തെടുക്കൽ സമ്പ്രദായം എന്തൊക്കെയാണ്, എങ്ങനെയെല്ലാമാണ് എന്ന അതിൻ്റെ പ്രൊസീജറുകൾ വിശദീകരിച്ച ഒരു സന്ദർഭത്തിൽ ആയിരക്കണക്കിന് ആളുകൾ, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളടക്കമുള്ള ആയിരക്കണക്കിന് ആളുകൾ അവിടെയുള്ള പ്രയാസപ്പെടുന്ന അനാഥ മക്കളെ ദത്തെടുത്ത് തങ്ങളുടെ കൂടപ്പിറപ്പുകളായി ചേർത്ത് നിർത്താൻ സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് ഔദ്യോഗികമായി അതിൻ്റെ അപേക്ഷകൾ, അതിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷനുകൾ നടത്തിയ ഒരു സന്ദർഭമാണ്. ഈ ഒരു സന്ദർഭം നമുക്കറിയാം. ഇത് കാണുന്ന ആളുകൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ദത്തെടുക്കൽ സമ്പ്രദായമുണ്ടെങ്കിൽ അത് അനാഥ മക്കൾക്ക് മാത്രമല്ല ആശ്വാസമാകുന്നത്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും പ്രാർത്ഥനകളും ചികിത്സകളുമായി കഴിഞ്ഞിട്ടും മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ, അവർ ഇത് ഞങ്ങൾക്കൊരു ആശ്വാസമാകും എന്ന രൂപത്തിൽ അവരുടെ അനുഭവങ്ങളായി താല്പര്യങ്ങളായി പങ്കുവെക്കുന്നതും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു വിഷയത്തിൻ്റെ ഇസ്ലാമികമായ മാനം അറിയുക എന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. സൂറത്തു ശൂറയിൽ 50-ാം ആയത്തിൽ അല്ലാഹു തആല നടത്തുന്ന ഒരു പരാമർശം, വയജഅലു മൻ യശാഉ അഖീമ, ഭൂമിയിലുള്ള എല്ലാ ദമ്പതികൾക്കും മക്കളുണ്ടാകണമെന്നില്ല. ചിലര് വന്ധ്യരാവും, അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാവുകയില്ല. അവർ ചികിത്സകൾ നടത്തിയാലും അവർ അതിനാവശ്യമായ ഏതെല്ലാം പരിശ്രമങ്ങൾ നടത്തിയാലും അള്ളാഹു ഒരാളെ വന്ധ്യനായി, വന്ധ്യതയുള്ളവരായിട്ടാണ് നിശ്ചയിച്ചിട്ടുള്ളത് എങ്കിൽ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ആ രൂപത്തിലുള്ള ഒരു ബലാ നൽകിയിട്ടുണ്ട് എങ്കിൽ പിന്നീട് അവർക്ക് സന്താന സൗഭാഗ്യമുണ്ടാവുകയില്ല. അത്തരം ആളുകൾ ജീവിതത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം? വമൻ ഹുരിമ ദുർരിയ ഫൽയഹ്തസിബിൽ അജ്റ ഇൻദല്ലാഹ്. എനിക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയാൽ അത് അള്ളാഹു എൻ്റെ ജീവിതത്തിൽ എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ഒരു പരീക്ഷണമാണെന്ന് തിരിച്ചറിഞ്ഞ് ഞാൻ ക്ഷമിക്കുകയും സഹനം അവലംബിക്കുകയും ചെയ്താൽ നാളെ പരലോകത്ത് എനിക്കിതിനുള്ള പ്രതിഫലം ലഭിക്കും എന്ന തിരിച്ചറിവോടുകൂടി ആ ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഒരാൾ ചെയ്യേണ്ടത്. ഫഇന്ന ഹാദാ ഇബ്തിലാഉൻ, എന്തെന്നാൽ ഇത് അയാളെ സംബന്ധിച്ചിടത്തോളമുള്ള പരീക്ഷണമാണ്. എന്നിരുന്നാലും ആ ഒരു പരീക്ഷണമുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും യതീമുകളുടെ വിഷയത്തിൽ, അനാഥ മക്കളുടെ വിഷയത്തിൽ അവരുടെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തുക എന്നത് മതം നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ലൗ ബാദറ ഇലാ കഫാലത്തി യതീം യുറബ്ബീഹി വയർആഹു ലഹാദൽ അജ്റുൽ അളീം ഫിൽ ആഖിറ. ഒരാൾ അനാഥ മക്കളെ സംരക്ഷിക്കുകയോ പോറ്റി വളർത്തുകയോ അവരുടെ ചെലവ് നൽകുകയോ ചെയ്താൽ നാളെ പരലോകത്ത് അയാൾക്ക് ഉന്നതമായ പ്രതിഫലം ലഭിക്കുന്നതാണ്. എന്നിട്ട് പണ്ഡിതന്മാർ പറയുന്നു, വലാകിൻ അലൈഹി അൻ യഹ്തഅത ലിദീനിഹി ഫയുറാഇയൽ ഉമൂർ. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട മതത്തിന്റെ ശാസനകൾ വളരെ കണിശമായി അയാൾ പാലിക്കുക എന്നത് ഈ വിഷയത്തിൽ നിർബന്ധമാണ്. അഥവാ മക്കളുള്ളവരാണെങ്കിലും മക്കളില്ലാത്തവരാണെങ്കിലും ദത്തെടുക്കുക എന്ന രീതിയിലോ അല്ലാത്ത രീതിയിലോ അനാഥ മക്കളുടെ വിഷയത്തിൽ നമ്മുടേതായ ഭാഗധേയത്വം നിർവഹിക്കുക എന്നതിൽ മതപരമായ ആഹ്വാനങ്ങൾ ഉള്ളതുപോലെ അത് കൈകാര്യം ചെയ്യുന്നിടത്ത് മതത്തിന്റെ ചില വിധിവിലക്കുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുമായി ബന്ധപ്പെട്ട 3-4 കാര്യങ്ങളാണ് ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. സാധാരണ ദത്തെടുക്കുക, അഡോപ്ഷൻ എന്ന ആ ഒരു പ്രക്രിയക്ക് അറബിയിലുള്ള പ്രയോഗം തബന്നി എന്നാണ്. മറ്റൊരാളുടെ ഇബിന്, മറ്റൊരാളുടെ കുട്ടിയെ സ്വന്തം കുട്ടിയാക്കുക, സ്വന്തം കുട്ടിയായി ചേർത്ത് നിർത്തുക എന്നതിനാണ് തബന്നി എന്ന് പറയുക. ബയോളജിക്കൽ ഫാദർ, ആ കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള പിതാവ് മറ്റൊരാളായിരിക്കും. ആ പിതാവിൻ്റെ തൽസ്ഥാനത്ത് ഈ ദത്ത്
ദത്തെടുത്തയാൾ ഇയാളെ കുട്ടിയായി ചേർത്ത് നിർത്തുന്ന ഈ പ്രക്രിയയാണ് തബന്നി എന്ന് പറയുന്നത്. തബന്നിയുമായി ബന്ധപ്പെട്ട്, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് രണ്ട് രീതികളാണ് സമൂഹത്തിലുള്ളത്. ഒന്നാമത്തെ രീതി, ഒരാൾ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നു. ദത്തെടുക്കുന്നതോടുകൂടി അതിൻ്റെ നിയമപ്രകാരമായ അതിൻ്റെ മുഴുവൻ പ്രോസസ്സുകളും പൂർത്തിയായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ആരാണ്, ഞാൻ ആരുടെ മകനാണ്, എൻ്റെ പിതാവ് ആരാണ്, എൻ്റെ വംശമേത്, എൻ്റെ നാടേത് എന്ന താനുമായി ബന്ധപ്പെട്ട തൻ്റെ നെസബ് അറിയാൻ സാഹചര്യമില്ലാത്ത രൂപത്തിൽ അയാളുടെ രേഖകളിൽ പോലും അയാളുടെ രക്ഷിതാവായി, പിതാവായി പിന്നീട് അതിൽ ഭേദഗതി വരുന്ന രൂപത്തിലുള്ള അഡോപ്ഷൻ, അത് നമ്മുടെ നാടുകളിൽ പ്രചാരമുള്ള ഏറെക്കുറെ ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട് ആ പദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു രീതിയാണ്. മറ്റൊരാളുടെ മകനെ ഒരാൾ അഡോപ്റ്റ് ചെയ്യുന്നു, ദത്തെടുക്കുന്നു. ഇവന്റെ രേഖകളിൽ, ഇവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇവന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാൽ അവൻ ചൂണ്ടിക്കാണിക്കുക, അവന്റെ രേഖകൾ പറയുക ദത്തെടുത്തയാളാണെന്നാണ്. ഒരുപക്ഷെ താൻ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ആണെന്ന്, ദത്തെടുക്കപ്പെട്ട ഏതോ അനാഥ മന്ദിരങ്ങളിൽ നിന്ന്, അമ്മത്തൊട്ടിലിൽ നിന്ന്, അതല്ലെങ്കിൽ പിതാവാരെന്നറിയപ്പെടാതെ ഉപേക്ഷിക്കപ്പെട്ട വ്യഭിചാരത്തിൽ, അവിഹിതത്തിൽ പിറന്ന കുട്ടിയാണോ എന്തെന്ന് പോലും അറിയാത്ത ഒരു സാഹചര്യമാണ് ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഒരു രീതിയാണ് സാധാരണഗതിയിൽ നിലനിൽക്കുന്ന ഒരു തബന്നി. ആ തബന്നി ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അത്തരം ഒരു രീതി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം കഴിയുമ്പോൾ ഖദീജ ബീവിയാണ് പ്രവാചകന്റെ ആദ്യ ഭാര്യ. ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അവർക്ക് ഒരു അടിമക്കുട്ടി ഉണ്ടായിരുന്നു. ആ അടിമക്കുട്ടിയുടെ പേര് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു ആണ്. ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടോ മറ്റോ ഇവരുടെ ബന്ധു വില കൊടുത്തോ മറ്റോ ആ കൈവശപ്പെടുത്തിയ ഒരു അടിമയായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു. വിവാഹം കഴിഞ്ഞപ്പോൾ ഖദീജ ബീവി സെയ്ദ് റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനിക്കുന്നു. പ്രവാചകൻ സെയ്ദ് റളിയല്ലാഹുവിനെ വളർത്തുന്നു. കാലം മുന്നോട്ട് പോയപ്പോൾ സെയ്ദിന്റെ ഉടമകളായ സെയ്ദിന്റെ യഥാർത്ഥ ഉപ്പയും ഉമ്മയും കടന്നു വരുന്നു. അവര് ആ മകനെ തങ്ങൾക്ക് നൽകണം, തിരിച്ചു നൽകണം എന്ന് ആവശ്യപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് റളിയല്ലാഹു തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞു. സെയ്ദിന് പോവണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. സെയ്ദിന്റെ തീരുമാനത്തിന് വിടുന്നു. ആ സമയത്ത് സെയ്ദ് റളിയല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനുള്ള സന്നദ്ധത അറിയിക്കുന്നു. പ്രവാചകൻ പരസ്യമായി സെയ്ദ് റളിയല്ലാഹുവിനെ തന്റെ മകനായി, തബന്നിയുടെ ഭാഗമായി മകനായി പ്രഖ്യാപിക്കുന്നു. അത് അന്നത്തെ ഒരു രീതിയാണ്, ഒരു കുട്ടിയെ ദത്തെടുക്കുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു എന്ന സെയ്ദ് റളിയല്ലാഹു പ്രവാചകന്റെ സംരക്ഷണത്തിൽ ദത്തുപുത്രനായി, ദത്തുമകനായി മുന്നോട്ട് പോവുകയാണ്. ആ ദത്തുമകനായി മുന്നോട്ട് പോകുമ്പോൾ അന്നത്തെ ഒരു രീതി അനുസരിച്ച് ആളുകൾ പിന്നീട് സെയ്ദ് റളിയല്ലാഹുവിനെ അഡ്രസ് ചെയ്യുന്നത് സെയ്ദ് ബിൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് മുഹമ്മദിന്റെ മകൻ സെയ്ദാണ് എന്ന രൂപത്തിൽ ആളുകൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്ന അന്നത്തെ ഒരു ഉറഫ്, അന്നത്തെ ഒരു നടപ്പ് രീതി എന്ന നിലയ്ക്ക് ആളുകൾ ആ ഒരു സമ്പ്രദായം സ്വീകരിക്കുകയുണ്ടായി. അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് സാലിം ബിൻ അബി ഹുദൈഫ. സാലിം ബിൻ അബി ഹുദൈഫ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സഹാബിയുടെ ജീവിതം. സാലിം റളിയല്ലാഹു ആരാണെന്നറിയില്ല, പിതാവ് ആരെന്നറിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന അബൂ ഹുദൈഫയിലേക്ക് അദ്ദേഹത്തെ ചേർത്തുകൊണ്ട് അബൂ ഹുദൈഫയുടെ മകൻ സാലിം എന്ന പേരിൽ അദ്ദേഹവും അറിയപ്പെട്ടു. എന്നാൽ വഹയിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ആ അവതരണത്തിലൂടെ തബന്നിയുമായി ബന്ധപ്പെട്ട്, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ ഒരു നിർദ്ദേശം കടന്നു വരുന്നു. ഈ രൂപത്തിലുള്ള ദത്തെടുക്കൽ അള്ളാഹു വിലക്കിയിട്ടുണ്ട്, റദ്ദ് ചെയ്തിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. ഒരാളുടെ അടിസ്ഥാനപരമായ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ട അയാളുടെ ബയോളജിക്കൽ ഫാദർ, അയാളുടെ ശരിയായ ഉപ്പ, അയാളുടെ വേരേത്, അയാളുടെ രക്തമേത് എന്നത് അറിയപ്പെടാത്ത രൂപത്തിൽ, അത് ആ ഒരു വസ്തുത മൂടപ്പെടുന്ന രൂപത്തിൽ മറ്റൊരാൾ
മറ്റൊരാളിലേക്ക് ചേർക്കപ്പെടുക എന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് അല്ലാഹു തആല വിശദീകരിക്കുന്നു. അങ്ങനെയാണ് സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിൽ അറിയപ്പെടുന്ന സെയ്ദ് റളിയല്ലാഹു, സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതേപോലെ സാലിം റളിയല്ലാഹു, അദ്ദേഹം അബൂ ഹുദൈഫയിലേക്കാണ് ചേർക്കപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പിതാവ് ആരെന്നറിയാത്തത് കൊണ്ട് സാലിം മൗല അബി ഹുദൈഫ, അബൂ ഹുദൈഫയുടെ സംരക്ഷണത്തിലുള്ള സാലിം എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു. അപ്പൊ ഒരാളുടെ പിതാവ് ആരെന്നറിഞ്ഞാൽ പിതാവിലേക്ക് ചേർക്കുക, ഇല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഇതല്ല പിതാവ് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ സാലിം മൗല അബി ഹുദൈഫ എന്ന രീതിയിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂചിപ്പിക്കുന്നത് സൂറത്തുൽ അഹ്സാബിന്റെ 4-5 സൂക്തങ്ങളിലാണ്. ഉദ്ഊഹും ലിആബാഇഹിം, ദത്തുമക്കളെ അവരുടെ ഉപ്പമാരിലേക്ക് ചേർത്തുകൊണ്ടാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഹുവ അഖ്സതു ഇൻദല്ലാഹ്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും നീതിയുള്ള ന്യായമുള്ള നിലപാട് അതാണ്. ഫഇല്ലം തഅലമു ആബാഅഹും, ഒരു പക്ഷേ ഈ കുട്ടി ദത്തുപുത്രന്റെ പിതാവ് ആരെന്നറിയില്ലെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിഹിതത്തിൽ പിറന്നതാവാം, ഉപേക്ഷിക്കപ്പെട്ടതാവാം, യുദ്ധഭൂമിയിലോ പ്രകൃതി ദുരന്തങ്ങളിലോ എല്ലാം സർവ്വതും നഷ്ടപ്പെട്ടു പോയ ആരോരുമില്ലാത്ത അനാഥരാവാം. അത്തരം ആളുകളെ എന്ത് ചെയ്യണം? ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും, അവര് നിങ്ങളുടെ കൂട്ടുകാരാണ്, മിത്രങ്ങളാണ്. അവർ മുസ്ലിമീങ്ങളാണെങ്കിൽ ആദർശ സഹോദരങ്ങളുമാണ്. വലൈസ അലൈക്കും ജുനാഹുൻ ഫീമാ അഖ്തഅതും ബിഹി, ദത്തെടുക്കലുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധമായ ഈ രീതിയുടെ നിയമവശം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അബദ്ധം പിണഞ്ഞതെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല. വലാകിൻ മാ തഅമ്മദത് ഖുലൂബുകും, പക്ഷെ ഈ വിധി അറിഞ്ഞിട്ടും ഇതല്ല പിതാവെന്ന് മനസ്സിലാക്കിയിട്ടും മറ്റൊരാളിലേക്ക്, ഒരു കുഞ്ഞിനെ മറ്റൊരാളിലേക്ക് ദത്തെടുത്തതിന്റെ പേരിൽ ചേർത്തി പറയുക എന്നത് ഒരിക്കലും തന്നെ പാടില്ല, അത് കുറ്റകരമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. വമാ ജഅല അദ്ഇയാഅകും അബ്നാഅകും, നിങ്ങളുടെ ദത്തുപുത്രന്മാർ നിങ്ങളുടെ മക്കളല്ല. ആരെങ്കിലും അങ്ങനെ ജൽപ്പിക്കുന്നുവെങ്കിൽ അത് അവരുടെ വായ കൊണ്ട് പറയുന്ന കേവലം വാക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ദത്തെടുക്കുന്ന ഒരു രീതി നിലനിൽക്കുമ്പോൾ ഈ ഒരു മതപരമായ ഒരു നിർദ്ദേശം ശക്തമായ രൂപത്തിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. മറ്റൊരാളുടെ കുഞ്ഞിനെ കുറിച്ച് ഇതെന്റെ കുഞ്ഞാണ്, എൻ്റെ മോളാണ് എന്ന് പറയുന്നത്, മറ്റൊരു ബീജത്തിൽ പിറന്ന കുട്ടിയെ കുറിച്ച് തന്നിലേക്ക് ചേർത്ത് പറയുക എന്നത്, മറ്റൊരു രക്തത്തിലുള്ള ഒരു കുട്ടിയെ നമ്മുടെ കുടുംബത്തിന്റെ ഭാഗമാണ് എന്ന് ദത്തെടുത്തതിന്റെ പേരിൽ പറയുന്നത് വ്യാജമാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള നിർദ്ദേശം. അപ്പൊ ഈ നിർദ്ദേശം പാലിക്കപ്പെടുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പൊ ചില ആളുകൾ ചോദിക്കും, അങ്ങനെ അറിഞ്ഞാൽ ആ കുട്ടിക്ക് അത് മാനസികമായ പ്രയാസം ഉണ്ടാവില്ലേ, ഒരു തരം കോംപ്ലക്സ് ഉണ്ടാവില്ലേ, ചിലപ്പം ആ വളർത്തിയവരോട് തന്നെ വിരോധമുണ്ടാവില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇത് വളരെ നയപരമായി ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ വളരെ നയപരമായി ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്താവുന്ന പ്രായങ്ങളിൽ എത്തുമ്പോൾ അത് യഥാവിധി ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻ ഞാൻ സൂചിപ്പിക്കാം. ഇന്നത്തെ നമ്മളൊക്കെ നാട്ടിൽ നമ്മൾ കാണുന്ന പലതരം തർക്കങ്ങൾ എന്താ? സ്വന്തം രക്തത്തിൽ പിറന്ന, സ്വന്തം ഉമ്മയുടെ ഉദരത്തിൽ പിറന്ന സഹോദരൻ, ആ സഹോദരന് തൻ്റെ സ്വത്ത്, തൻ്റെ ഉപ്പയിൽ നിന്നുള്ള സ്വത്ത് ലഭിക്കുന്നതിൻ്റെ പേരിൽ പകപോക്കുന്ന, അതിൻ്റെ പേരിൽ നിയമയുദ്ധം നടത്തുന്ന ആളുകളുള്ള ഒരു കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലത്ത് ഇപ്പം നിങ്ങൾ ആലോചിക്കുക, ഞാൻ ഒരു അഡോപ്റ്റഡ് ചൈൽഡാണെന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കാം. എന്നിട്ട് നമ്മുടെ കൂടപ്പിറപ്പാണെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരാൾ നമുക്ക് ഈ മകനാണ് എന്ന ധാരണയിൽ സ്വത്ത് ലഭിക്കുമ്പോൾ അതിനെതിരെ കേസ് കൊടുക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗതി നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു DNA ടെസ്റ്റ് നടത്തുന്നു. ഇത് ഇയാളുടെ മകനല്ല എന്നറിയുമ്പോൾ, ഇത് ഈ രക്തത്തിൽ പെട്ടതല്ല എന്നറിയുമ്പോൾ അത് സൃഷ്ടിക്കുന്ന കോംപ്ലിക്കേഷൻസ് എത്രയോ മാരകമാണ്. അവിടെ ഈ വിഷയത്തിൽ ഒരു സുതാര്യത, ഒരു ട്രാൻസ്പെറൻസി നിലനിർത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ മതപരമായ വശങ്ങൾ ചേർത്ത് ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്നതാണ് ഇസ്ലാം
ഇസ്ലാം കണിശമായി സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഈ വിഷയത്തിലുള്ള ഒരു കാര്യം, ഇപ്പൊ സാധാരണ ഒരാൾ ദത്തെടുത്ത കുട്ടിയാവുമ്പോൾ ദത്തുപുത്രൻ എന്നിങ്ങനെ പറയൊന്നുമില്ല, സ്വാഭാവികമാണ്, നമുക്കറിയാവുന്നതാണ്. പക്ഷെ ഇത് ഒരിക്കലും സ്വന്തം മകനല്ല. ഇപ്പൊ ഞാനൊരു കുട്ടിയെ ദത്തെടുത്താൽ ആ ആൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടി ആ ആൺകുട്ടി എന്റെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷനാണ്. എന്റെ ഭാര്യയാണ് അവനെ വളർത്തിയത്, എന്റെ ഭാര്യയാണ് അവനെ ചോറൂട്ടി വളർത്തിയത്, ഞങ്ങളുടെ സംരക്ഷണത്തിലാണ് വളർന്നത്. പക്ഷേ എന്റെ ഭാര്യയുടെ കുട്ടിയല്ല, അതുകൊണ്ട് അന്യനാണ്, അന്യപുരുഷനാണ്. ഇനി ഞാൻ അഡോപ്റ്റ് ചെയ്തത് ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയാകുന്നതോടുകൂടി എനിക്കവൾ അജ്നബിയ്യ, അന്യ സ്ത്രീയാണ്. എന്റെ വീട്ടിൽ വളരുന്നു എന്നതുകൊണ്ട്, അവളുടെ ചെലവ് വഹിക്കുന്നു എന്നതുകൊണ്ട്, അവൾക്ക് സംരക്ഷണം നൽകുന്നു എന്നതുകൊണ്ട്, അവളെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട്, എന്റെ മക്കളെപ്പോലെ അതിനേക്കാൾ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് പോലും അവൾ എനിക്ക് മഹറമല്ല എന്നതുകൊണ്ട്, വിവാഹബന്ധം നിഷിദ്ധമായ കാറ്റഗറിയിൽ അല്ല എന്നതുകൊണ്ട് അവൾ അന്യ സ്ത്രീയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒരു അന്യപുരുഷൻ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ ഉണ്ടെങ്കിൽ മറ്റൊരു അന്യപുരുഷനും അന്യ സ്ത്രീക്കും എന്തൊക്കെ ബാധകമാണോ അതെല്ലാം ബാധകമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, മുഖവും മുൻകൈയും ഒഴികെയുള്ളത് വീട്ടിലുള്ള സ്ത്രീകൾ മറക്കേണ്ടി വരും. അതേപോലെ ഒരുമിച്ചിരിക്കാനോ ഒന്ന് സ്പർശിക്കാനോ ആ നിലക്കുള്ള ഒരു കാര്യം, ഇപ്പൊ സാധാരണ ഒരു സഹോദരന്മാർ എങ്ങനെ ഇടപഴകുന്നുവോ അങ്ങനെ ഇടപഴകാൻ ഈ കുട്ടിക്ക് അനുവാദമല്ല. ഞങ്ങൾ കളിക്കൂട്ടുകാരാണ്, ഒരേ പായയിൽ ഒരേ ബെഡിൽ കൂടെ കിടന്നുറങ്ങിയവരാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഇരട്ട കുട്ടികളാണെന്ന് ആളുകളൊക്കെ പറഞ്ഞിരുന്നു, അങ്ങനെ വളർന്നവരാണ് എന്നത് പറഞ്ഞത് കൊണ്ടും കാര്യമില്ല. അന്യപുരുഷൻ അന്യ സ്ത്രീ എന്ന നിലക്കുള്ള ആ പ്രായപൂർത്തിയാകുന്ന ഘട്ടത്തിൽ അത്തരമൊരു സാഹചര്യമുണ്ടെങ്കിൽ മതത്തിന്റെ നിർദ്ദേശം ശക്തമായി പാലിക്കണം. ഹുർരിമത അലൈക്കും, നിങ്ങൾക്ക് മഹറമാണ്, വിവാഹബന്ധം നിഷിദ്ധമാണ്. ആരോടെല്ലാം? ഉമ്മഹാത്തുക്കും വബനാത്തുക്കും വഅഖവാത്തുക്കും വഅമ്മാത്തുക്കും വഖാലാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ, മക്കൾ, സഹോദരിമാർ, പിതാവിന്റെയും ഉമ്മയുടെയും സഹോദരിമാർ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആരെല്ലാം മഹറമാണ്, ആരോടൊക്കെ വിവാഹബന്ധം നിഷിദ്ധമാണ് എന്നത് വേർതിരിച്ച് പറയുന്നു. ആ വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളുടെ വിഷയത്തിൽ അവർ അന്യപുരുഷൻ അന്യ സ്ത്രീ എന്ന പ്രശ്നമല്ല. അല്ലാത്തവരുടെ വിഷയത്തിൽ മതത്തിൽ കണിശമായ നിർദ്ദേശമുണ്ട്. എത്രത്തോളം എന്നാൽ, ഒരു അന്യ സ്ത്രീയെ ഞാൻ സ്പർശിക്കുന്നതിനേക്കാൾ എനിക്ക് നല്ലത് എന്റെ മൂർദാവിൽ ഇരുമ്പിന്റെ ദണ്ട് അടിച്ചു കയറ്റുന്നതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ന് ക്യാമ്പസിലും ഓഫീസുകളിലും അവാർഡ് ഫംഗ്ഷനുകളിലൊക്കെ അന്യ സ്ത്രീകൾക്ക് കൈയൊടുക്കല്, ഒന്ന് തോള് തട്ടല്, തൊട്ടുരുമ്മല്, ഒന്ന് തോളിൽ കൈവെക്കല്, അതൊക്കെ എന്താ ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നല്ലേ എന്നൊക്കെ വാചാലരാകുന്ന ആളുകളുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ് എന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഖ്ശാകും ലില്ലാ വഅത്ഖാകും ലില്ലാ, ഏറ്റവും ഖുശൂ ഉള്ളവൻ ഞാനാണ്, ഏറ്റവും തഖ്വയുള്ളവൻ ഞാനാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സ്ത്രീകൾക്ക് ഷെയ്ഖ് ഹാൻഡ് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് കാണാൻ സാധിക്കും. അതേപോലെ ഒരാൾ മുസ്ലിം ആവുമ്പോൾ അയാളുടെ കൈ പിടിച്ചുകൊണ്ടാണ്, റസൂലുള്ളാഹിക്ക് അയാൾ കൈ കൊടുത്തുകൊണ്ടാണ് അയാൾ ഇസ്ലാം സ്വീകരിക്കുന്ന ബൈഅത്ത്, അതിന്റെ ഒരു പ്രതിജ്ഞ നടത്താറുള്ളത്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ റസൂലുള്ളാഹ് ആ ഒരു ഇസ്ലാം സ്വീകരണ വിഷയത്തിൽ പോലും സ്വീകരിച്ചിരുന്നില്ല. അപ്പോൾ ഒരു അന്യ സ്ത്രീയുടെ വിഷയത്തിൽ, അന്യപുരുഷന്റെ വിഷയത്തിൽ മതത്തിന് കുറെ നിലപാടുകളുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു അഡോപ്റ്റഡ് ചൈൽഡ് ഉണ്ടാവുമ്പോൾ ഈ ഒരു വിഷയം, അതുമായി ബന്ധപ്പെട്ട മതപരമായ വിധിവിലക്കുകളെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം എന്ന് നന്നേ ചുരുങ്ങിയത് നമ്മൾ ഓർക്കണം. പക്ഷെ ഇതിൽ തന്നെ ഉള്ള ഒരു എക്സംഷൻ എന്ന് പറയാവുന്ന ഒരു കാര്യമുണ്ട്. ഈ ദത്ത് പുത്രൻ അവര് മുലകുടി ബന്ധത്തിൽ എന്താവും, വീട്ടിൽ അംഗമാവും. ഉദാഹരണം, ഒരു വീട്ടില് ഉമ്മാക്ക് കുട്ടിയുണ്ട്, ഭാര്യയ്ക്ക് കുട്ടിയുണ്ട്. ആ കുട്ടിയെ മുലയൂട്ടുന്ന കാലയളവിലാണ് ഒരു 2 വയസ്സിന് താഴെ പ്രായമുള്ള മുല കുടിക്കാവുന്ന പ്രായത്തിലുള്ള ഒരു കുട്ടിയെ അവർ ദത്തെടുക്കുന്നതെങ്കിൽ, ഈ ദത്തെടുത്ത കുട്ടിയുടെ മുലകുടി പ്രായത്തിൽ, സാധാരണ പറയല് ഹൗലൈനി 2 വർഷം എന്നാണ്,
ആ 2 വർഷത്തിനിടയിൽ ഈ ഉമ്മയിൽ നിന്ന് അഥവാ ദത്തെടുത്തതിന് ശേഷം അവരിൽ നിന്ന് ഈ ചെറിയ കുട്ടി മുലപ്പാല് കുടിച്ചിട്ടുണ്ട് എങ്കിൽ അവരെ മുലയൂട്ടിയ ഉമ്മ എന്ന ആ ഒരു രൂപത്തിലുള്ള കാറ്റഗറിയിൽ അവര് മഹ്റമാകും. അതോടുകൂടി അങ്ങനെ വളർത്തുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പ്രയോഗം വഉമ്മഹാതുകുമുല്ലാത്തി അർളഅനകും വഅഖ്വാതുകും മിനർ റളാഅ, പോറ്റുമ്മമാർ, മുലകുടി മുഖേനയുള്ള നിങ്ങളുടെ സഹോദരിമാർ എന്നിങ്ങനെ കൃത്യമായി അതിൻ്റെ കാറ്റഗറി കൂടി വിശുദ്ധ ഖുർആന് പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം ദത്തെടുത്ത കുട്ടിയെ ആ കുട്ടിയുമായി മുലകുടിപ്പിച്ച പോറ്റമ്മമാർ അല്ലെങ്കിൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിമാർ എന്ന രൂപത്തിലുള്ള സാഹചര്യമുണ്ട് എങ്കിൽ ആ കുട്ടികൾ പിന്നെന്താണ്? മഹ്റമാണ്. അങ്ങനെ മഹ്റമായാൽ എന്തായി? അവരുമായി നേരത്തെ ഞാൻ സൂചിപ്പിച്ച അന്യപുരുഷൻ അന്യ സ്ത്രീ എന്ന കാഴ്ചപ്പാട് അവിടെ ആവശ്യമുണ്ടാകും. യഥാർത്ഥത്തിലുള്ള സഹോദരന്മാർക്ക് എങ്ങനെ പരസ്പരം ഇടപഴകാം, അങ്ങനെ തന്നെ അവർക്ക് ഇടപഴകാൻ അനുവാദമുണ്ട്. അപ്പൊ ഈ നിലക്കുള്ള ഒരു മതത്തിന്റെ ഒരു കാതലായ ഒരു നിർദ്ദേശം ഈ വിഷയത്തിലുണ്ട് എന്ന് സൂചിപ്പിക്കാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, അഡോപ്റ്റഡ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് അയാളുടെ ബയോളജിക്കൽ ഫാദർ ആവുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കുട്ടി ബയോളജിക്കൽ ചൈൽഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ മുലകുടി ബന്ധത്തിലൂടെ അവർ ഈ കുടുംബത്തിന്റെ അംഗമായി മഹ്റമായാൽ പോലും, അങ്ങനെ മഹ്റമായാൽ പോലും ഇവർ യഥാർത്ഥത്തിലുള്ള കുട്ടിയല്ല. അതുകൊണ്ട് അനന്തരാവകാശം സ്ഥിരപ്പെടൂല. ഞാൻ മരിച്ചാൽ എൻ്റെ സ്വത്തില് ആരൊക്കെയാണ് അനന്തരാവകാശങ്ങൾ എന്നത് വ്യക്തമായി മതം കൃത്യമായി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അഡോപ്റ്റഡ് ചൈൽഡിന്, ദത്തെടുക്കപ്പെട്ട മകന് യാതൊരു അവകാശവുമില്ല. അത് ചെറിയ പ്രായം മുതൽ പോറ്റി വളർത്തിയതാണെങ്കിലും ഇല്ല. പിന്നെ അവരുടെ കാര്യത്തിൽ പിന്നെ എന്താണ് സംരക്ഷണമുള്ളത്? അവരുടെ കാര്യത്തിൽ അവർക്ക് അനുവദിക്കപ്പെട്ടത് വസിയ്യത്താണ്. വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ 1/3 വരെയുള്ളത് ഒരാൾക്ക് ഏതൊക്കെ കാര്യങ്ങൾക്കാണോ വേണ്ടത് അതിന് വസിയ്യത്ത് ചെയ്യാം. ആ നിലയ്ക്ക് വസിയ്യത്ത് എന്ന ആ പ്രൊവിഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വളർത്തുമകന് അതല്ലെങ്കിൽ ദത്തെടുത്ത മകന് 1/3 പരമാവധി എന്ന രൂപത്തിൽ ഒരാൾക്ക് തൻ്റെ സമ്പത്തിൽ നിന്ന് ആ കുട്ടിക്കുള്ള അർഹതപ്പെട്ട സാമ്പത്തിക അവകാശം നിശ്ചയിക്കാൻ അനുവാദമുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട മതത്തിന്റെ നിർദ്ദേശമുള്ളത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ദത്തെടുക്കുക എന്നത് ഉന്നതമായ ഒരു കാര്യമാണ്. പക്ഷെ കണിശമായ ചില നിയമനിർദ്ദേശങ്ങൾ അതിൽ പാലിക്കാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വിഷയം സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ദത്തെടുക്കാനുള്ള ഒരു ആഹ്വാനമോ മറ്റോ അല്ല. എന്നാൽ പരിചയത്തിലുള്ള പലരും വിവാഹം കഴിഞ്ഞ് 12-13 വർഷങ്ങളായി കുട്ടികളില്ലാത്തതിന്റെ പേരിൽ നിരാശപ്പെട്ട സന്ദർഭത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ട് CARA വെബ്സൈറ്റിൽ തങ്ങളുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുകയും, ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോൾ എൻ്റെ നമ്പർ 2000 ആയിരുന്നു, ഇപ്പോൾ ഇത്രയാണെന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷയോടെ പറയുന്ന ആളുകളുടെ വിവരങ്ങൾ അറിയുമ്പോൾ അത്തരം ആളുകൾ ഈ രംഗത്ത് എന്തൊക്കെയാണ് മതത്തിന്റെ വിധിവിലക്കുകൾ എന്നത് അവരും അവരെ പോലെയുള്ളവരും അല്ലാത്തവരും ഇസ്ലാമിന്റെ ഒരു പൊതുനിർദ്ദേശം ഏത് വിഷയത്തിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ എന്ത് എന്നതിനെ കുറിച്ച് നമുക്കൊരു സാമാന്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്നതുകൊണ്ടാണ് ഈ വിഷയം ഇന്നത്തെ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട വിധിവിലക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ്. അഥവാ വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിധി വിലക്കുകൾ അറിയുകയും മനസ്സിലാക്കുകയും അത് പകർത്തുകയും ചെയ്തുകൊണ്ട് അങ്ങനെ മതബോധമുള്ള തഖ്വയുള്ള ആളുകളായി നമ്മൾ ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അനാഥ മക്കൾ അവരുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. 5 നേരം നമസ്കരിക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, മതപരമായ തൻ്റെ വ്യത്യസ്തമായ ബാധ്യതകൾ നിർവഹിക്കുന്നു. എന്നാൽ അനാഥരുടെ കാര്യത്തിൽ യാതൊന്നും ചെയ്യാതിരിക്കുന്നുവെങ്കിൽ
അവരെ സംബന്ധിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം അവർ മതത്തെ കളവാക്കിയവരാണ് എന്നാണ്. നരകശിക്ഷ ലഭിക്കുന്നതിന് ഇടവരുന്ന പ്രവർത്തനങ്ങളിൽപ്പെട്ടത് അവർ അനാഥരെ ആദരിച്ചില്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല, പരിഗണിച്ചില്ല എന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നിലധികം പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. തൻ്റെ ചൂണ്ടുവിരലും അതിനോടൊപ്പം തൻ്റെ നടുവിരലും ചേർത്ത് പിടിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അന വകാഫിലുൽ യതീം, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുമെന്നാണ്. അത് ദത്തെടുത്തോ ദത്തെടുക്കാതെയോ ഒരു യതീമുമായി ബന്ധപ്പെട്ട അവൻ്റെ ആവശ്യങ്ങൾ, അവൻ്റെ പഠനം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, അവൻ്റെ പാർപ്പിടം, അവൻ്റെ ജീവിതത്തിൽ അവന് നിവർന്നു നിൽക്കുവാൻ സാധ്യമാകും വിധം അവനെ സ്വയം പര്യാപ്തനാക്കുവാനുള്ള, അവന് താങ്ങും തണലുമാകുന്ന രൂപത്തിലുള്ള ഇടപെടൽ നടത്തുന്നവരെല്ലാം കാഫിലുൽ യതീമിൽ ഉൾപ്പെടുമെന്നാണ് സ്വഹീഹ് മുസ്ലിമിലെ ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രംഗത്ത് അതിങ്ങനെ ഏതെങ്കിലും യതീംഖാനകൾ, അതുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ, അതിൻ്റെ റിസീവർമാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത് നോക്കിക്കോളും, അതിൻ്റെ വാർഡന്മാരൊക്കെ നോക്കിക്കോളും എന്ന നിലക്കല്ല. അവിടെയൊക്കെ നമുക്ക് അവരുടെ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളുമുണ്ട് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയണം. കഴിഞ്ഞ ആഴ്ച വയനാടിലെ ദുരിതഭൂമിയിലെ പ്രയാസപ്പെടുന്ന ആളുകളെ അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ലഭിക്കുന്നതിനുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുള്ള സംഭാവനകൾ നമ്മുടേതടക്കം കേരളത്തിലുള്ള ഒട്ടുമിക്ക പള്ളികളിലും ശേഖരിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിലുണ്ടാകുന്ന ഒരു ഓളം കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ആളുകൾ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മൾ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ ആഴ്ച നടന്നത് ഈ രംഗത്ത് നടന്ന പ്രാഥമികമായ സഹായ പ്രവർത്തനങ്ങളാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. വരും മാസങ്ങളിൽ അത് മതസംഘടനകൾ, സന്നദ്ധ സംഘടനകൾ, മറ്റു രാഷ്ട്രീയ സംഘടനകൾ, ട്രസ്റ്റുകൾ, കൂട്ടായ്മകൾ, വ്യക്തികൾ പലരും ആ രംഗത്ത് ഇടപെടൽ നടത്തുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന, പൊരുത്തപ്പെടുന്ന ജീവിത നിലപാടുകളുമായി മുന്നോട്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഹലാലായ ആഗ്രഹങ്ങളും മോഹങ്ങളും പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കാവുന്ന സാഹചര്യം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതോപാധികളിൽ, ചുറ്റുവട്ടങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യവും നിർഭയത്വവും സമാധാനവും കൺകുളിർമയും നൽകി അനുഗ്രഹിക്കണമേ. മരണസന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് ഈമാനുള്ളവരായി മരണപ്പെടാൻ, മരണാനന്തര ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും സ്വാലിഹീങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം ലഭിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. രാജ്യത്തിനകത്തും പുറത്തും മുസ്ലിമായതിൻ്റെ പേരിൽ പീഡിതരായി കഴിയുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട്. ഫിലസ്തീൻ അടക്കമുള്ള പ്രവിശ്യകളിൽ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ ഇന്നും പ്രയാസങ്ങളിലും ദുരിതങ്ങളിലുമാണ്. അല്ലാഹുവേ, അവരുടെ ജീവിതങ്ങളിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും നിർഭയത്വവും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകുകയും ദുനിയാവിൽ ഇസ്സത്തോടുകൂടി ജീവിക്കുവാനുള്ള പ്രാപ്തി നൽകി അനുഗ്രഹിക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.